എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു ഡെസേർട്ട് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ആരെയും തന്നെ കാണാനില്ല. വിജനമായിട്ട് കിടക്കുന്ന ഒരു ഡെസേർട്ട്. ചെറിയ ചെറിയ മുൾച്ചെടികൾ പോലെ ഉയർന്നു നിൽക്കുന്ന പാറ പോലെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ. അതിന്റെ നിഴലാണെങ്കിൽ അവിടെ മുഴുവൻ അങ്ങനെ നിഴങ്ങലിച്ച് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കാറക്കൂറ എന്നൊരു സ്ഥലം കാണിക്കും. അവിടുന്നാണെങ്കിൽ വലിയ ഭാരമുള്ള എന്തോ രണ്ട് വസ്തുക്കൾ അതാണെങ്കിൽ താഴേക്ക് വന്ന് പതിക്കുകയാണ്. ആ ഒരു ഇമ്പാക്റ്റിൽ അവിടെ വലിയൊരു ശബ്ദവും അത് വീണ ഭാഗം അങ്ങനെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സിറ്റിയിൽ തന്നെയുള്ള സോൾ കീപ്പർ ആയിട്ടുള്ള റുക്കിയ എന്ന് പേരുള്ള ഒരു ചുന്ദരി പെണ്ണ്. അവളാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഹോളോവേഴ്സിന്റെ ശല്യം അതങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാനായിട്ട് അവരുടെ ഇടയിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ സ്കേറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ഒരു കുട്ടിയുടെ ശിലയ്ക്ക് മുൻപിൽ വെച്ചിരുന്ന വലിയൊരു ഫ്ലവർ പോട്ട് അത് ആ കുട്ടികൾ തട്ടിയിട്ടു എന്ന് പറഞ്ഞാണ് നമ്മുടെ ഹീറോ അവരെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം അടിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് നല്ല ഇടിയോ അടിയോ ഒക്കെ കിട്ടിയ ആ കുട്ടികൾ അവരാണെങ്കിൽ ഹീറോയോട് മാപ്പ് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവാണ്. അതിനുശേഷം ഹീറോ ആ മരിച്ച കുട്ടിയുടെ അടുത്തേക്ക് വരും. അവളുടെ സോൾ ആണെങ്കിൽ ഹീറോയോട് സംസാരിച്ച് അവനോട് താങ്ക്സ് പറയും. സോ നമ്മുടെ ഹീറോയ്ക്ക് മരിച്ച ആൾക്കാരുടെ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ഹീറോ ആണെങ്കിൽ അവളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് എത്തും. പക്ഷെ അവന്റെ പപ്പയാണെങ്കിൽ ഹീറോ ലേറ്റായി വന്നതിനെ തുടർന്ന് അവനോട് ദേഷ്യപ്പെട്ട് അങ്ങനെ ചാടി വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ഹീറോ കറങ്ങി അടിച്ച് നിലത്ത് വീഴുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റൊക്കെ കണ്ട ഇച്ചിഗോടെ രണ്ട് സിസ്റ്റേഴ്സിൽ ഒരാള് യൂസോ കൊറോസാക്കി. അവളാണെങ്കിൽ ഹീറോയോട് പറയും, നിങ്ങളുടെ ഫൈറ്റ് ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യ്, ഈ ഫുഡ് അത് തണുത്തു പോകും, എത്രയും വേഗം വന്ന് അത് കഴിക്കാനായിട്ട് പറയും. പക്ഷെ അവരാണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോയുടെ സെക്കൻഡ് സിസ്റ്റർ അവളാണെങ്കിൽ ആ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഫുഡ് അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഹീറോ ഇച്ചിഗോയെ പോലെ തന്നെ അവന്റെ സെക്കൻഡ് സിസ്റ്റർ കരീൻ, അവൾക്കും സോളുകൾ കാണാനുള്ള പ്രത്യേക പവറുണ്ട്. പക്ഷേ അവൾക്കാണെങ്കിൽ സോള് ഗോസ്റ്റ് അങ്ങനെ ഒന്നിലും യാതൊരു വിശ്വാസവും ഇല്ല. ഇവിടെ യൂസുവിന് അവൾക്ക് അങ്ങനെ കഴിവൊന്നും ഇല്ലെങ്കിലും അവളും അവളുടെ സിസ്റ്ററിനോട് പറയും, എനിക്കും സോളുകളെ കാണാൻ പറ്റും. ആക്ച്വലി നമ്മളുടെ പപ്പയ്ക്ക് മാത്രമാണ് കഴിവുകൾ അതൊന്നും തന്നെ കിട്ടാത്തത്. ഇവിടെ ഹീറോയും അവന്റെ പപ്പയും ഫൈറ്റ് ചെയ്ത് ഹീറോ അവൻ ഫുഡ് പോലും കഴിക്കാതെ ഫുൾ കലിപ്പില് അവന്റെ റൂമിലേക്ക് പോകും. അത് കണ്ട അവന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പപ്പയോട് ദേഷ്യപ്പെടും. പപ്പയുടെ ഈ നേച്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് അവരിപ്പോ പപ്പയോട് ആവശ്യപ്പെടുകയാണ്. അതിൽ മനം നൊന്ത അവരുടെ അച്ഛനാണെങ്കിൽ മരിച്ചുപോയ അവരുടെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇവിടെ കാരക്കൂറ സിറ്റിയിലുണ്ടായ ചില ഇൻസിഡൻസ് അതെല്ലാം തന്നെ ഇപ്പൊ ന്യൂസിൽ കാണിക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ ആ ന്യൂസ് ഒക്കെ കണ്ട് ഇപ്പോ അവന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ അവൻ ന്യൂസിൽ കണ്ട ആ സ്ഥലങ്ങളൊക്കെ കണ്ട് അവനാണെങ്കിൽ ഈ ദിവസം മേറ്റ് ചെയ്ത ആ സോളിന് കൊടുക്കാനായി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയി അവിടേക്ക് എത്തും. പക്ഷെ അവിടെയാണെങ്കിൽ ആ സോളിനെ കാണാനില്ല. അവനങ്ങനെ ആ സ്ഥലം മുഴുവൻ അവൾ അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും തൊട്ടടുത്തായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുക. അവൻ ആ പൊട്ടിത്തെറി ഉണ്ടായ ഭാഗത്തേക്ക് വരും. അവിടെ ഒരു ഹോളോ അത് ആ പെൺകുട്ടിയുടെ സോളിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പകച്ചു നിൽക്കുന്ന അതേ സമയം ആ സോൾ കീപ്പർ അവളങ്ങനെ ചാടി വീണ് ആ ഹോളിനെ വെട്ടി നശിപ്പിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവളെ കണ്ട് അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ഹീറോ ആ ഒരു ഇൻസിഡന്റ് തന്നെയായിരിക്കും ചിന്തിക്കുക. അവൻ അല്പനേരം ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് റൂമിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നോക്കും. അടുത്ത നിമിഷം ആ സോൾ കീപ്പർ അത് അവന്റെ റൂമിലേക്ക് വന്ന് ഏതോ ഒരു ഭാഗത്തേക്ക് നോക്കി നിൽക്കും. ഹീറോ ആണെങ്കിൽ അതിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ യാതൊരു റിപ്ലൈയും കൊടുക്കില്ല. അതിൽ കലി കയറിയ ഹീറോ അവന്റെ കാലു മടക്കി അതിനെ ആഞ്ഞു ചവിട്ടും. സോൾ റീപ്പർ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. കാരണം സാധാരണ ആൾക്കാർക്ക് ഒരിക്കലും സോൾ റീപ്പറിനെ കാണാനായിട്ട് കഴിയില്ല. അതേസമയം ആ ചെറിയ പെൺകുട്ടിയുടെ സോളിനെ ഒരു ഹോളോ അങ്ങനെ ഫോളോ ചെയ്ത് അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സോൾ കീപ്പർ ലേഡി അവളാണെങ്കിൽ അവൾ ആരാണെന്നുള്ള സത്യം അവനോട് തുറന്നു പറയും. നീ ഇന്ന് കണ്ടതുപോലെ ആ ഹോളോസ് അവരെ തകർക്കാനായിട്ട് ഇവിടേക്ക് എത്തിയ ആളാണെന്ന് പറയും. പക്ഷെ ഹീറോ വിശ്വസിക്കാതെ അവളെ കളിയാക്കും. അതിനവളാണെങ്കിൽ ഒരു പ്രത്യേക സ്പെല്ല് ഉപയോഗിച്ച് അവനെ തളർത്തി താഴെയിടുകയാണ്. അടുത്ത നിമിഷം അവളാണെങ്കിൽ അവളുടെ വെപ്പൻ എടുത്ത് ആഞ്ഞു വീശാണ്. ഹീറോ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അവൾ ആ വെപ്പൻ വെച്ച് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്നായിരിക്കും അവൻ കരുതുക. പക്ഷെ അവളാണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സോളിനെ അങ്ങനെ ആയുധം ഉപയോഗിച്ച് ഒരു പ്രത്യേക മാർക്ക് അവന്റെ നെറ്റിയിൽ ഇട്ട് കൊടുക്കും. അടുത്ത നിമിഷം അത് ആ സോളോ സൊസൈറ്റിയിലേക്ക് പോകും. ഹീറോ ആണെങ്കിൽ ആ കാഴ്ചയോ കണ്ട് ഷോക്കായി അവളോട് അവൾ എന്താ ചെയ്തതെന്ന് ചോദിക്കും. അതിനവൾ പറയും, അതൊരു ഗുഡ് സ്പിരിറ്റ് ആണ്, അതുകൊണ്ടാണ് അതിന് ഞാൻ ആ ഒരു സെയിൽ കൊടുത്തത്. സത്യത്തിൽ ഈ ഒരു ലോകത്ത് 2 ടൈപ്പ് ഓഫ്
സ്പിരിറ്റുകളുണ്ട്. ഒന്ന് നോർമൽ സ്പിരിറ്റ്. അത്തരത്തിലുള്ളതിനാണ് നമ്മുടെ ഹീറോയ്ക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് ഹോളോവേഴ്സ്. ഈ ഹോളോവേഴ്സ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും സാധാരണ സോളുകളെയും ഭക്ഷിക്കും, അറ്റാക്ക് ചെയ്യും. സോ അത്തരത്തിലുള്ള ഹോളോവേഴ്സിനെ കണ്ടെത്തി അവരെ നശിപ്പിച്ചു കളയുക, നോർമൽ സോളുകളെ ആ സോൾ സൊസൈറ്റിയിലേക്ക് സേഫ് ആയിട്ട് അയക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ദൗത്യം. അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില ഫോട്ടോസ് അവന് കാണിച്ചു കൊടുക്കും. ഹീറോ ആണെങ്കിൽ അവളുടെ സ്റ്റോറിയും ആ ഫോട്ടോയൊക്കെ കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കും. അതിൽ കലിയിളകിയ ആ സോൾ കീപ്പർ അവള് അവന്റെ മുഖത്ത് 2 മീശ വരച്ചു കൊടുക്കും. അവളങ്ങനെ ടെൻഷനായി സീരിയസ് ആയി നിൽക്കുന്ന കണ്ട ഹീറോ അവളെ പതിയെ ആശ്വസിപ്പിച്ച് അവളോട് ചോദിക്കും, ഫോളോവേഴ്സ് അവറ്റുകൾ എന്തിനാ സോളിനെ അറ്റാക്ക് ചെയ്ത് അവരെ ഭക്ഷിക്കാൻ ശ്രമിക്കുന്നേ? അതിനവൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നുമില്ല. അതേസമയം ഇവിടെ ആ ചെറിയ പെൺകുട്ടിയുടെ സോളിനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഹോളോ അതിപ്പോ മറ്റൊരു സോളിന്റെ സാന്നിധ്യം കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അതിനെ പിടിക്കാൻ വേറൊരു ഭാഗത്തേക്ക് പോവും. ഇവിടെ ഹീറോയും ആ സോൾ റീപ്പറും അവർ രണ്ടുപേരും അങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഒരു ഹോളോവറിന്റെ സാന്നിധ്യം ഹീറോ മനസ്സിലാക്കുക. അവൻ ആ കാര്യം അവളോട് പറയും. അടുത്ത നിമിഷം തന്നെ അവൾക്കും അത് സെൻസ് ചെയ്യാൻ കഴിയുകയാണ്. അത് തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ രണ്ടുപേരും അതിന്റെ പിന്നാലെ പോകുമ്പോഴായിരിക്കും അവർ ആ കാഴ്ച കാണുക. ആ ഹോളോ അത് ഇച്ചികോടെ സിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട ഹീറോ ആണെങ്കിൽ നോർമൽ ഹ്യൂമൻസിന് തകർക്കാൻ കഴിയാത്ത ആ ഒരു സ്പെല്ല് അത് തകർത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഹീറോ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സോൾ റീപ്പർ അവൾ ചാടി വന്ന് അതിനെ വെട്ടിയെറിഞ്ഞ് ഹീറോയുടെ സിസ്റ്ററിനെ അതിന്റെ കയ്യിൽ നിന്ന് സേവ് ചെയ്യും. ആ സോൾ റീപ്പർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ സിസ്റ്റർ കരീന അവൾ ഓക്കെയാണ്. ആ സോൾ റീപ്പറിനാണെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പൊ തിരിച്ചറിയാണ്. കാരണം ഇച്ചികോയുടെ ബോഡിയിൽ ഹൈ സ്പിരിറ്റ് എനർജി, അത് കാരണമാണ് അവൾക്ക് ആദ്യം ആ ഒരു ഹോളോവറിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത്. മാത്രമല്ല ആ ചെറിയ കുട്ടിയുടെ സോള് അതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഹീറോയെ കൊണ്ട് പല കാര്യങ്ങളും അറിയാനും ചെയ്യാനും പറ്റുന്നത്. അവളാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ഹീറോയോട് പറയും, ഇപ്പൊ ഇവിടെയുള്ള ഹോളോസ് അത് മുഴുവൻ നിന്റെ പിന്നാലെയാണ്. അവളത് പറയേണ്ട താമസം ഹീറോയ്ക്കാണെങ്കിൽ അത് വലിയൊരു ഷോക്കായി മാറും. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന അതേ സമയം അവൾ തകർത്തു കളഞ്ഞ ആ ഒരു ഹോളോ അത് വീണ്ടും തിരിച്ചു വന്ന് അവളെ അറ്റാക്ക് ചെയ്യുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവും ഇതിനെല്ലാം കാരണക്കാരൻ താനാണെന്ന്. അപ്പോൾ ഞാൻ തന്നെ വേണം അതിനോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഹോളോവിന്റെ മുൻപിലേക്ക് വന്ന് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ലേഡി സോൾ റീപ്പർ അവൾ മുൻപിലേക്ക് വന്ന് അതിനെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യും. ഹോളോവർ ആണെങ്കിൽ അവളുടെ ബോഡിയിലും ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിപ്പിച്ച് അവിടുന്ന് കടന്നു പോകും. അവൾ ഒരുപാട് വേദനയിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഈ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യണമെങ്കിൽ നീയും ഒരു സോൾ കീപ്പറായി മാറണം, നീ ഒരു സോൾ റീപ്പറായി മാറണം. എങ്കിലും മാത്രമേ നിനക്ക് ഈ ഹോളോസിൽ നിന്ന് നിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. മറിച്ചൊന്നും ചിന്തിക്കാതെ ഹീറോ അതിനെ എസ്സുമോളും. അതിനുശേഷം അവർ രണ്ടുപേരും ഒരേ സ്ക്വാഡിൽ പിടിച്ച് അവളുടെ എനർജി അതിപ്പോ ഹീറോയ്ക്ക് അങ്ങനെ പകർന്നു കൊടുക്കും. അല്പസമയം കഴിഞ്ഞ് റുഖ്യ അവള് ഷോക്കാവും. കാരണം മറ്റൊന്നുമല്ല, അവളുടെ ബോഡിയിലെ പകുതി പവർ അതാണ് അവൾ അവന് കൊടുക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഹീറോ അവളുടെ മുഴുവൻ പവറും അബ്സോർബ് ചെയ്ത് വലിയൊരു സ്ക്വാഡൊക്കെ സ്വന്തമാക്കി ആ ഒരു ഹോളോവറിനോട് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.